അബ്രാമും സാറയും പദ്ദൻഅരാമിൽ വെച്ച് തന്നെ വിവാഹിതരായിരുന്നു. ദൈവം അബ്രാമിന് ആദ്യം പ്രത്യക്ഷനായപ്പോൾ അബ്രാമിന് 70 വയസ്സിലധികമുണ്ട്. സേറയ്ക്ക് 60 വയസ്സിന് മുകളിലും. അവരുടെ വിവാഹം കഴിഞ്ഞ് കുറേ അധികം വർഷങ്ങൾ അവർ സ്വന്തം നാട്ടിൽ താമസിച്ചിരുന്നു. അതിനോടകം തന്നെ സേറയ്ക്ക് മക്കളുണ്ടാവില്ല എന്ന് അവർ രണ്ടുപേരും മനസ്സിലാക്കി. ഒരു പക്ഷേ ലോത്തിനെ അവരുടെ വളർത്തുമകനായി അവർ കരുതിയിരിക്കാം. എന്തായാലും ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി വേറെ ഒരു വഴിയും അവർ പദ്ദൻഅരാമിൽ വെച്ചോ ഹാരാനിൽ വെച്ചോ തേടിയില്ല. അപ്പോൾ അബ്രാമും സാറയും കനാൻ നാട്ടിൽ താമസിക്കുമ്പോൾ ലോത്ത് അവരെ വിട്ടു പോയതിനു ശേഷം ദൈവം അബ്രാമിന് പ്രത്യക്ഷനായി. കടൽക്കരയിലെ മണൽ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിനക്ക് മക്കളെ നൽകുമെന്ന് വാഗ്ദത്തവും നൽകി. പക്ഷെ ഒരു പ്രശ്നം, ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. കടൽക്കരയിലെ മണൽത്തരി പോലെ മക്കളെ കിട്ടിയില്ല എന്നത് പോയിട്ട് ഒരു ആൺതരി പോലും ഉണ്ടായില്ല. ഈ നിരാശാജനകമായ കാത്തിരിപ്പിൽ അബ്രാമും സാറയും നിരാശരായി. അവരെ നമുക്ക് കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മിൽ എത്ര പേർ ദീർഘമായ 25 വർഷങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കും എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഏതായാലും സാറ അബ്രാമിന് ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വഴി പറഞ്ഞുകൊടുത്തു. അബ്രാം മിസ്രൈമ്യ ദാസിയായ ഹാഗാറിൻ്റെ അടുക്കൽ പോവുക, അവളിൽ നിന്നുണ്ടാകുന്ന മകനെ സ്വന്തം മകനായി അംഗീകരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ സംസ്കാരത്തിൽ സാധാരണമായിരുന്നു. അങ്ങനെ ഹാഗാറിൽ നിന്നും അബ്രഹാമിന് ഇസ്മായേൽ എന്ന പുത്രൻ ജനിച്ചു. ദൈവത്തിന് അതിഷ്ടമായില്ല എന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ ദാസിയായ ഹാഗാറിൽ നിന്നും അബ്രഹാമിന് ഉണ്ടായ പുത്രൻ ജഡത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പുതിയ നിയമത്തിൽ വായിക്കുന്നു. ആ കാര്യം ഗലാത്യ ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഗലാത്യ ലേഖനം എഴുതുവാനുള്ള കാരണം ഒരു ക്രിസ്തീയ വിശ്വാസിയാകുവാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുകയും വേണം എന്ന ദുരുപദേശം ഗലാത്യയിൽ ആരോ പഠിപ്പിച്ചതാണ്. അവർ പരിച്ഛേദന ഏൽക്കുവാനും ജാതികളായ വിശ്വാസികളെ പ്രേരിപ്പിച്ചു. അതിനു മറുപടിയായി പൗലോസ് എഴുതിയ ഗലാത്യ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തവും ജഡവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുവാൻ കഴിയില്ല എന്ന് സമർത്ഥിക്കുന്നു. ഇസ്മായേൽ ജഡത്തിൽ ജനിച്ച പുത്രനാണ്. വാഗ്ദത്തപ്രകാരം ജനിച്ച ഇസ്ഹാക്കിനോടൊപ്പം വസിക്കാൻ ഇസ്മായേലിന് കഴിയില്ല. ന്യായപ്രമാണം അനുസരിക്കുവാൻ ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ അത് ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വിജയിക്കുകയുമില്ല. കാരണം ജഡത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കഴിവ് തനിക്ക് ലഭിക്കുന്നു. ഇത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് സാധിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഒരു പ്രവൃത്തിയും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അബ്രഹാമും സാറയും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവരുടെ ജഡത്തിൻ്റെ പ്രവൃത്തി കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു. അങ്ങനെ ജനിച്ച ഇസ്മായേലിന് ഒരിക്കലും വാഗ്ദത്തത്തിൽ ജനിച്ച ഇസ്ഹാക്കിനോടുകൂടെ ഒരേ കൂടാരത്തിൽ വസിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം തെറ്റായതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികളൊന്നും ദൈവത്തിൻ്റെ പ്രസാദം നേടാൻ പര്യാപ്തമല്ലാത്തതുകൊണ്ടാണ് വിശ്വാസത്താൽ മാത്രം രക്ഷ എന്ന് ബൈബിൾ പറയുന്നത്. നമ്മുടെ പ്രവൃത്തികൾ എത്ര നല്ലതാണെങ്കിലും അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അതിന് പകരമാവുകയോ ഇല്ല. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.